ഹലോ ഫ്രണ്ട്സ്, പോക്കറി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ തോരനാണ്. ചെറുപയർ തോരന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറാണിത്. പിന്നെ നമ്മളതിന് വേണ്ടി എടുത്തിരിക്കുന്നത് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തിരിക. അപ്പോൾ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം, പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇഞ്ചിട്ട് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത് നമ്മൾ ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിലയൊക്കെ ഏകദേശം കളർ മാറി ഒരു ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യും.